അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഡിവേഴ്സി ക്യാമ്പ് നമ്മൾ കൂടി 2 ദിവസം ഒന്നിച്ച് താമസിച്ച് വന്ന ഓരോരുത്തരും പോകുമ്പോൾ ഫീൽ ചെയ്ത എവിടേക്കോ സ്റ്റക്കായി കിടന്ന ശ്വാസം സ്വന്തമായി വലിച്ചെടുക്കുന്നത് പോലെ ഫീൽ ചെയ്ത സന്തോഷമുണ്ടല്ലോ. നേരിട്ട് അനുഭവിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകളിലൊന്ന് തന്നെയായിരുന്നു കേട്ടോ. എറണാകുളത്ത് നിന്നായിരുന്നു നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടം ജീവിതം തളർത്താൻ നോക്കിയിട്ടും സ്റ്റക്കാവാൻ നിന്ന് കൊടുക്കാതെ തന്നെ വന്ന ഒരു കൂട്ടം സ്ത്രീകൾ. ഞങ്ങളുടെ യാത്ര KSRTCയിലായിരുന്നു. പല ജീവിത സാഹചര്യത്തിൽ നിന്നും വന്ന ഒരുപാട് ആളുകൾ ഒന്നിച്ച് KSRTCയിൽ യാത്ര ചെയ്യാണ്. ബസ് കയറിയത് മുതൽ തന്നെ കുറേ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് എല്ലാവരും തന്നെ ഓണാവാനായിട്ട് തുടങ്ങി. വാഗമണിലോട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. അതും KSRTCയിൽ ഭയങ്കര മനോഹരമായിട്ട് വ്യൂസൊക്കെ കണ്ടുകൊണ്ട് കുറച്ചൊക്കെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു യാത്രയും ഇതുപോലത്തെ ടീമിൻ്റെ കൂടെയുള്ളൊരു മൊമെൻറ്റും എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ വാഗമണിലൊക്കെ എത്തി ഭയങ്കര മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ കിഡിലും വ്യൂ ഒക്കെ ആയിട്ട് ടെൻറ്റിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ താമസം. അതും 2 ദിവസം. പിന്നെ കാലവർഷം നേരത്തെ വന്നുകൊണ്ട് തന്നെ വിചാരിച്ചതിലും ഏറെ വൈബായിരുന്നു കേട്ടോ. നല്ല മഴയും കോടയും ഏത് സാഹചര്യങ്ങളും നമ്മളെ തളർത്താൻ പറ്റില്ല എന്ന് കാണിച്ച ജീവിതത്തിൽ ഒരു കൂട്ടം സ്ട്രോങ്ങസ്റ്റ് ലേഡീസിനെ നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ വലിയ പ്രിവിലേജ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. തിരിച്ചറിയാതെ കിടന്ന ഉള്ളിലെ ആ സ്ട്രെങ്ത്തൊക്കെ കണ്ടെടുത്ത ഒരുപാട് ഒരുക്ക വനിതകൾ. കുറേ കഥകൾ പറഞ്ഞ് ഗെയിംസ് കളിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ക്യാമ്പ് ഫയർ ഒക്കെ ആയി ഓഫ് റോഡ് ജീപ്പ് സഫാരിയും പോയി മനസ്സ് തുറന്ന് കരഞ്ഞു തീർത്ത് ഉച്ചത്തിൽ ചിരിച്ച് കളിച്ച് അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഓരോരുത്തരുടെ മുഖത്തുമുണ്ടായ ആ ഫീലുണ്ടല്ലോ, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിമർശനങ്ങളും പല ഇൻസെക്യൂരിറ്റീസിന് വരുന്ന കല്ലേറുകളൊക്കെ എന്നെ തളർത്താതെ ഈ കാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. ഒന്നിച്ച് ഹീലാവാൻ, തനിച്ചല്ലെന്ന് മനസ്സിലാക്കാൻ ഡിവേഴ്സ് എന്നത് ഷെയിമല്ല, ഒരു റീസ്റ്റാർട്ട് മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലിനായി ടു ഓൾ അവർ ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ്.